ഈ കുറച്ചു കാലം മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആൾ എന്നെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം നിരന്തരം വിളിക്കുകയാണ്, ഒന്ന് കാണണം എന്നാണ് ആവശ്യപ്പെട്ടത്, ഒന്ന് സംസാരിക്കണം, ചർച്ച ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ചർച്ച ചെയ്യാവുന്ന ഒരു സാഹചര്യം ഇല്ലല്ലോ, ഏതെങ്കിലും തരത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം നിലവിലില്ലല്ലോ. അല്ല, ഒരു സൗഹൃദ സംഭാഷണം, ഒന്ന് കാണാനാണ്, പരിചയപ്പെടാനാണ്. സാധാരണഗതിയിൽ അങ്ങനെ പറഞ്ഞാൽ കേരളത്തിൽ സ്വാഭാവികമായിട്ട് ആളുകൾ കാണുകയോ സംസാരിക്കുകയോ ചെയ്യുന്നതിന് എന്ത് എന്നല്ലേ ചിന്തിക്കും. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജിൻ്റെ വാർത്താസമ്മേളനം എറണാകുളത്ത് വെച്ചാണ് വാർത്താസമ്മേളനം നടന്നത്. വാർത്താസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് കഴിഞ്ഞ ദിവസം M. സ്വരാജിനെ വിളിക്കുന്നു. സൗഹൃദം പങ്കുവെക്കാൻ, അല്പസമയം സംസാരിക്കാൻ സമയം നൽകണം എന്നാണ് ആവശ്യം. M. സ്വരാജ് പറഞ്ഞു, ഇപ്പോൾ രാഷ്ട്രീയ ചർച്ചയ്ക്കൊന്നും സാധ്യതയില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇപ്പോൾ ഒരു ചർച്ച, ഒരു കാണൽ എന്ന ചോദ്യം തിരിച്ചു ചോദിച്ചു. അപ്പോഴും പറഞ്ഞത് സൗഹൃദം പങ്കുവയ്ക്കാനാണ് എന്നാണ്. ഇതിലൊരു രാഷ്ട്രീയ ചതിയുണ്ട് എന്ന് മനസ്സിലാക്കിയ M. സ്വരാജ് കാണാൻ തയ്യാറായില്ല. അദ്ദേഹം അക്കാര്യമാണ് വെളിപ്പെടുത്തിയത്. അത് നമുക്ക് ആദ്യം കേൾക്കാം. ഇല്ല, അത് ആവശ്യമായത്ര കേരളത്തിൻ്റെ മുമ്പാകെ തുറന്നു കാട്ടിയിട്ടുണ്ട്. മാത്രവുമല്ല, ഞങ്ങൾ അന്ന് പറഞ്ഞതിനെ ശരിവെച്ചുകൊണ്ടാണ് അവരിപ്പോൾ പരസ്യമായിട്ട് തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പം അവരാർക്കെങ്കിലും വോട്ട് ചെയ്യുന്നതോ ചെയ്യാതിരിക്കുന്നതോ ആയിരുന്നില്ല നമ്മുടെ തർക്ക വിഷയം. വോട്ടിൻ്റെ കാര്യത്തിൽ തന്നെ പല കാര്യങ്ങളുണ്ട്. അവരാദ്യം വോട്ടേ ചെയ്യുമായിരുന്നില്ല, അതൊക്കെ അവരുടെ കാര്യമാണ്. ജമാഅത്തെ ഇസ്ലാമി ആദ്യം വോട്ടേ ചെയ്യുമായിരുന്നില്ലല്ലോ, പിന്നീട് അവർ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ച സമയത്ത് സ്ഥാനാർത്ഥികളെ നോക്കി വോട്ട് ചെയ്യും എന്നൊക്കെ പറയുന്ന നിലവിൽ അതൊക്കെ അവരുടെ കാര്യം. ഞാൻ അതിനൊന്നും അല്ല ഇപ്പോൾ പറയും. ഞങ്ങൾ വിമർശിച്ചത് UDFന്റെ രാഷ്ട്രീയ നേതൃത്വം അവർ ഏറ്റെടുത്തു. അവരായി UDFന്റെ പ്രചരണങ്ങൾ നിശ്ചയിക്കുന്നത്, പ്രചരണ മുദ്രാവാക്യങ്ങൾ നിശ്ചയിക്കുന്നത് അവരായി മാറി. കടുത്ത ഇടതുപക്ഷ വിരുദ്ധത, അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് ഇപ്പം ഞാൻ പോകുന്നില്ല, ആവശ്യമായൊരു ഘട്ടം വന്നാൽ നമുക്ക് പോവാം, പ്രചരിപ്പിക്കുന്നവരായി അവർ മാറി. അപ്പോൾ നമുക്കതിനെ വിമർശിക്കേണ്ടി വരും, അത് തുറന്നു കാണിക്കേണ്ടി വരും. അത് തുറന്നു കാണിച്ചു, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ ഒരു 1-1.5 വർഷക്കാലത്തെ, 1-2 വർഷക്കാലത്തെ ജമാഅത്തെ ഇസ്ലാമി അവരുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെയും ചാനലിലൂടെയും അല്ലാതെയും സമൂഹത്തിൻ്റെ മുൻപാകെ കൊണ്ടുവരുന്ന മുദ്രാവാക്യങ്ങൾ തൊട്ടടുത്ത ദിവസം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും മുദ്രാവാക്യമായിട്ട് മാറുന്നു. അങ്ങനെയാണ് ഇത് കൊണ്ടുപോകുന്നത്. അല്ല, അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ എടുക്കാം. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നാൾ വഴി കണക്ക് എനിക്ക് പറയാൻ സാധിച്ചേക്കില്ല, പക്ഷെ നമുക്ക് വേണമെങ്കിൽ അത് എടുക്കാവുന്നതാണ്. എങ്ങനെ? ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, അല്ല ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ, കംപ്ലീറ്റ്. കേരളത്തിൽ BJPക്കെതിരായി ഒരാൾ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വോട്ട് ആർക്കാ ചെയ്യുക? BJPയെ തോൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ BJPക്കെതിരായിട്ടുള്ള നിലപാട് ശക്തമായി സ്വീകരിക്കുന്നത്. ഇനി BJP പ്രബലമായിട്ട് അവരുടെ സാന്നിധ്യം അറിയിക്കുന്ന ഭൂരിഭാഗം മണ്ഡലങ്ങളിൽ നേരിട്ട് അവരുമായി ഏറ്റുമുട്ടുന്നത് ആരാ? അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടല്ലേ പറയാൻ പറ്റൂ. പക്ഷെ അങ്ങനെയല്ലല്ലോ. അവരുടെ ലക്ഷ്യത്തെ നിങ്ങൾ തെറ്റായി ധരിച്ചോ എന്ന് എനിക്കറിയില്ല. അവരുടെ ലക്ഷ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെതിരായ നിലപാട് സ്വീകരിച്ച് UDFനെ പിന്തുണയ്ക്കലാണ് എന്ന് അവർ തന്നെ ഭംഗ്യന്തരേണ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾ മറിച്ചൊരു വിശ്വാസത്തിൽ നിൽക്കുന്നത് ശരിയായിരിക്കില്ല. എവിടെ? അതിനൊന്നും വ്യാഖ്യാനിക്കണ്ട. അല്ല, പറയാം. അതിനൊന്നും വ്യാഖ്യാനിക്കണ്ട, തെറ്റായി വ്യാഖ്യാനിക്കണ്ട. അവർക്ക് അവരുടേതായ ചില തന്ത്രങ്ങളുണ്ട്, സമീപനങ്ങളുണ്ട്. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലതൊക്കെ പറയും, അതാണ് പ്രശ്നം. ഞാൻ അങ്ങനെ പറയണമെന്നൊന്നും കരുതിയിട്ടല്ല ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈ കുറച്ചു കാലം മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആൾ എന്നെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം നിരന്തരം വിളിക്കുകയാണ്, ഒന്ന് കാണണം എന്നാണ് ആവശ്യപ്പെട്ടത്, ഒന്ന് സംസാരിക്കണം,
ചർച്ച ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ചർച്ച ചെയ്യാവുന്ന ഒരു സാഹചര്യം ഇല്ലല്ലോ, ഏതെങ്കിലും തരത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം നിലവിലില്ലല്ലോ. അല്ല, ഒരു സൗഹൃദ സംഭാഷണം ഒന്ന് കാണാനാണ്, പരിചയപ്പെടാനാണ്. സാധാരണഗതിയിൽ അങ്ങനെ പറഞ്ഞാൽ കേരളത്തിൽ സ്വാഭാവികമായിട്ട് ആളുകൾ കാണുകയോ സംസാരിക്കുകയോ ചെയ്യുന്നതിന് എന്ത് എന്നല്ലേ ചിന്തിക്കും. എന്നാൽ ജമാഅത്ത് കേന്ദ്രങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടെന്താണ്? ഏതെങ്കിലും വിധേന ആളുകളെയൊക്കെ വിളിച്ച് അഭ്യർത്ഥിച്ച് ഒരു സൗഹൃദം, ഒരു കൂടിക്കാഴ്ച ഒന്ന് കാണണം, വെറുതെ പൊതുകാര്യങ്ങൾ സംസാരിക്കാനാണ് ഒരു 5 മിനിറ്റ് തരണം എന്നൊക്കെ പറഞ്ഞ് വന്നാൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തു, ഞങ്ങൾ ധാരണയുണ്ടാക്കി, ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിലപാട് ചർച്ച ചെയ്തു എന്നൊക്കെ പറയുകയാണ്. അതൊക്കെ ഒരു ശരിയായ സമീപനമാണോ? അതല്ല. അത്തരത്തിലുള്ള പല സമീപനങ്ങളും വന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്നെ വിളിച്ച സ്നേഹിതനെ എനിക്ക് പരിചയമില്ല, പക്ഷെ ഞാൻ അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം അങ്ങനെ സംസാരിക്കേണ്ടതായ ഒരു സാഹചര്യമില്ല, എനിക്ക് താല്പര്യമില്ല എന്നെനിക്ക് പറയേണ്ടതായി വന്നു. അപ്പോൾ പല നമ്മുടെ നേതാക്കളെയും അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് ഞാൻ ഉത്തരവാദിത്വത്തോടു കൂടി പറയും, ഏതെങ്കിലും ഒരു നേതാവ് ഞങ്ങൾക്കൊന്ന് കാണണം, ഞങ്ങൾക്കൊരു പിന്തുണ വേണം എന്ന് പറഞ്ഞിട്ടാണ് അല്ല, ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് മുഖം കാണിക്കാൻ, കാണാൻ, സൗഹൃദം പുതുക്കാൻ എന്നൊക്കെ പറഞ്ഞ് വന്ന്, ഇഫ്താറിന് ക്ഷണിക്കാൻ എന്നൊക്കെ പറഞ്ഞ് വന്ന് ഫോട്ടോ എടുത്തിട്ട് അത് പിന്നീട് ചർച്ചയാണ് എന്നൊക്കെ പറയുന്നതൊന്നും രാഷ്ട്രീയമായി ഒരു മര്യാദയോ അന്തസ്സുറ്റ നിലപാടോ അല്ല. സാന്ദർഭികമായ ഒരു അവസരം കിട്ടിയോണ്ട് ഞാനിപ്പോൾ പറയുന്നത്. ഈ സമയത്ത് എന്ന് വെച്ചാൽ നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുമ്പ് CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തോട് ജമാഅത്തെ ഇസ്ലാമിക്ക് എന്താണ് പറയാനുള്ളത്? ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അത് UDFനോടൊപ്പം നിൽക്കണം എന്നാണ്. ഒപ്പം നിൽക്കുക മാത്രമല്ല, UDFനെ നയിക്കുകയാണ് ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമി ഒരു കാര്യം പറയും, അത് മുസ്ലിം ലീഗ് ഏറ്റെടുക്കും, അത് കോൺഗ്രസ് ഏറ്റെടുക്കും. അതാണ് കേരളത്തിൽ കുറച്ചു കാലമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയാണ് UDFനെ നയിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി UDFന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ എന്തിന് M സ്വരാജുമായി CPIM നേതാവുമായി ചർച്ച നടത്തുന്നു ജമാഅത്തെ ഇസ്ലാമി? അവിടെയാണ് നേരത്തെ നടന്ന ഒരു ചർച്ച നാം ഓർക്കേണ്ടത്. മുഖ്യമന്ത്രിയുമായി രാഷ്ട്രീയ ചർച്ച നടത്തി എന്ന് നേരത്തെ തന്നെ ജമാഅത്തെ ഇസ്ലാമി പറയുകയും മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുന്ന ഫോട്ടോ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിടുകയും ചെയ്തിരുന്നു ജമാഅത്തെ ഇസ്ലാമി. ആ ചർച്ച എങ്ങനെയാണ് നടന്നത്? മുഖ്യമന്ത്രിയെ കാണണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെടുന്നു. എന്ന് വെച്ചാൽ കേരളത്തിലെ സ്വാധീനമുള്ള ഒരു മുസ്ലിം സംഘടന മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്താൻ താല്പര്യമുണ്ട് എന്നറിയിച്ചാൽ മുഖ്യമന്ത്രി വേണ്ട എന്ന് പറയണോ? മുഖ്യമന്ത്രി പറഞ്ഞു ആകാം, ചർച്ച നടത്താം, വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് നടന്ന ചർച്ച, ആ ചർച്ചയുടെ ഫോട്ടോ അത് ഉപയോഗപ്പെടുത്തിയാണ് CPIMനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ രാഷ്ട്രീയ പ്രചാരണം നടത്തിയത് ജമാഅത്തെ ഇസ്ലാമി. അതുപോലെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് M സ്വരാജിനെ കാണുകയും ചർച്ച നടത്തുകയും സൗഹൃദം പങ്കുവെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഫോട്ടോ എടുത്ത് രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കില്ല എന്ന് എന്താണ് ഉറപ്പ്? ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വഭാവം വെച്ച് അതും നടത്തും, അതിനപ്പുറവും നടത്തും. അത് തിരിച്ചറിഞ്ഞാണ് M സ്വരാജ് പറഞ്ഞത് ചർച്ചയ്ക്ക് സന്നദ്ധനല്ല എന്ന്. കൃത്യം രാഷ്ട്രീയ നിലപാട്. അപ്പോൾ ഓർക്കേണ്ടതുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ ചതി എന്താണ് എന്ന്. എന്താണ് ജമാഅത്തെ ഇസ്ലാമി, എങ്ങനെയാണ് അവരുടെ പ്രവർത്തന രീതി ഒന്നുകൂടി വെളിപ്പെടുന്നതാണ് M സ്വരാജിൻ്റെ വാക്കുകൾ.